കല്യാണം ഇനി വേറെ ലെവൽ. ബാസിദ് വെഡിംഗ് മാൾ, ബാസിദ് ആർക്കേഡ്, പൂങ്ങോട്ടുകുളം, തിരൂർ. മഴ ശക്തമാകും മുമ്പ് വെള്ളക്കെട്ട് ദുരിതം തുടങ്ങി. താനൂർ മുക്കോലയിൽ 50 വീടുകളിലാണ് വെള്ളം കയറിയത്. കടലുണ്ടി പുഴയിലെ തടയണകൾ തുറന്നതോടെയാണ് മേഖലയിലെ വീടുകളിൽ വെള്ളം കയറാനിടയായത്. അഴിമുഖത്തെ മണൽ അടിയന്തരമായി നീക്കം ചെയ്താൽ മാത്രമേ മുക്കോലയിലെ ദുരിതത്തിന് പരിഹാരമാകൂ. താനൂർ മുക്കോല പടിഞ്ഞാറെ ഭാഗത്തെ വീടുകളിലാണ് വെള്ളം കയറിയത്. കടലുണ്ടി പുഴയിലെ തടയണകൾ തുറന്നതോടെയാണ് മേഖലയിലെ 50-ലധികം വീടുകളിൽ വെള്ളം കയറിയത്. ഇത് മുന്നറിയിപ്പില്ലാതെയാണ് തടയണകൾ തുറന്നത്. നിലവിൽ റോഡും തോടുമെന്നും തിരിച്ചറിയാനാകാത്ത സ്ഥിതിയാണ് ഇവിടെയുള്ളത്. വെള്ളം കയറി വീടുകളിൽ നിലവിൽ താമസിക്കാൻ കഴിയില്ല. പലരും ബന്ധുവീടുകളിലേക്ക് ഉൾപ്പെടെ മാറി താമസിക്കേണ്ട ഗതികേടിലാണ്. കഴിഞ്ഞ ഞായറാഴ്ചയാണ് ഇവിടെ വെള്ളം കയറി തുടങ്ങിയത്. റോഡിലുൾപ്പെടെ വെള്ളം മൂടിയതോടെ സമീപത്തെ ഹെൽത്ത് സെന്ററിലേക്ക് ഉൾപ്പെടെ പോകാനും കഴിയാത്ത സാഹചര്യമാണ്. സ്കൂളിലേക്ക് പോകാൻ വിദ്യാർത്ഥികൾക്കും സാധിക്കുന്നില്ല. മഴ ശക്തമാകും മുൻപെയാണ് മുക്കോലയിലെ ജനങ്ങൾ ഈ പ്രതിസന്ധി നേരിടേണ്ടി വന്നത്. യാതൊരു മുന്നറിയിപ്പുമില്ലാതെ കടലുണ്ടി പുഴയിലെ ചെക്ക് ഡാമുകൾ തുറന്നതാണ് 50-ലേറെ കുടുംബങ്ങൾ നേരിടുന്ന ഈ വലിയ ദുരിതത്തിന് കാരണമായതെന്നാണ് ആക്ഷേപം. ഇന്ന് 4-ാമത്തെ ദിവസമാണ്. 4 ദിവസമായിട്ട് പ്രദേശം മുഴുവൻ വെള്ളത്തിലാണ്. സാധാരണ ഇവിടെ മഴവെള്ളം വന്നാലാണ്, നല്ല ശക്തമായിട്ടുള്ള മഴ ഉണ്ടായാലാണ് ഇത്തരത്തിൽ വെള്ളക്കെട്ട് ഉണ്ടാവുക. പക്ഷേ ഇതിപ്രാവശ്യം ഇന്ന് വിഭിന്നമായിട്ട് വിളിച്ചു വരുത്തിയൊരു ദുരന്തമാണ് ഇപ്പോൾ നമ്മളിവിടെ കാണുന്നത്. കാരണം സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിന് നിർദ്ദേശം വന്നിട്ട് അവർ ഈ താനൂർ നഗരസഭയോ അല്ലെങ്കിൽ ഇതുപോലുള്ള താഴ്ന്ന പ്രദേശങ്ങളിലുള്ള ആളുകളെ ഒന്നും അറിയിക്കാതെ, ഒരു മുന്നറിയിപ്പും നൽകാതെ ഇവിടങ്ങളിലുള്ള ആളുകളെ ഒന്നും ഒരു കാര്യം അറിയിക്കാതെയാണ് ചെക്ക് ഡാമുകൾ, കടലുണ്ടിപ്പുഴയിലുള്ള 3ഓളം ചെക്ക് ഡാമുകൾ തുറന്നു വിട്ടത്. ആ തുറന്നു വിട്ടതിൻ്റെ പിന്നോടിയായിട്ടാണ് ഈ പ്രദേശങ്ങളിൽ ഇത്രയും വലിയ രീതിയിലുള്ള വെള്ളക്കെട്ട് ഉണ്ടായിട്ടുള്ളത്. ഒട്ടുംപുറം പ്രദേശത്തെ അഴിമുറിച്ച് ഒഴുക്ക് സുഗമമാക്കിയാൽ മാത്രമേ താഴ്ന്ന പ്രദേശങ്ങളിലെ ഈ വെള്ളക്കെട്ട് ഒഴിയുകയുള്ളൂ. വെള്ളം കെട്ടിക്കിടക്കുന്ന സാഹചര്യത്തിൽ പകർച്ചവ്യാധി ഭീഷണി മേഖലയിൽ നിലനിൽക്കുന്നത് ആശങ്കയാണ്. മഴ ശക്തമാകും മുൻപേ വെള്ളക്കെട്ട് ഒഴിവാക്കാൻ നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം.